പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോളവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം 161 എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്നത്തെ പഠന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. ദൈവം ഏദനിൽ നട്ട് വളർത്തിയ അല്ലെങ്കിൽ മുളപ്പിച്ച് അതിൻ്റെ നടുവിൽ നിർത്തിയ ജീവവൃക്ഷത്തെ കുറിച്ചാണ് ഇന്നത്തെ പഠനം. തോട്ടത്തിൻ്റെ നടുവിൽ 2 വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ജീവവൃക്ഷവും 2 നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും. ദൈവം ആദാമിനോട് പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെ ഫലവും നിനക്ക് തിന്നാം, എന്നാൽ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ അത് രേഖപ്പെടുത്തിയിരുന്നു. തോട്ടത്തിൻ്റെ നടുവിൽ 1 അല്ല 2 വൃക്ഷങ്ങളുണ്ടായിരുന്നു. അതിൽ നിരോധിക്കപ്പെട്ടിരുന്നത് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രമാണ്. അപ്പോൾ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന ഒരു വിലക്ക് ഉള്ളതായിട്ട് നാം കാണുന്നില്ല. ഈ ജീവവൃക്ഷത്തിൻ്റെ പൊരുൾ എന്താണ്? അതായത് പുതിയ നിയമത്തിൽ ഏദനിലെ ജീവവൃക്ഷം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, അതെന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. യേശു ക്രിസ്തുവാണ് പുതിയ നിയമത്തിലെ ജീവവൃക്ഷം എന്ന് പറയുന്നത്. കർത്താവ് സഭയ്ക്ക് നൽകിയ സാക്ഷാൽ ഭോജനമാകുന്ന തൻ്റെ ശരീരരക്തങ്ങളാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം. നമ്മുടെ പിതാക്കന്മാർ അതിനെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: യദനിലാദാം രുചി നോക്കാത്ത ജീവതരുവിൻ കനിയോ ഇതുതാൻ. ആദാമിന് ഏദനിൽ വെച്ച് അനുഭവിപ്പാൻ കഴിയാതെ ദൈവം ആദാമിനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. എന്നാൽ യഥാർത്ഥ തോട്ടമാകുന്ന സഭയ്ക്ക്, പുതിയ നിയമസഭയ്ക്ക്, ആ ഏദനിലെ ജീവവൃക്ഷത്തിൻ്റെ ഫലം യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ നിത്യജീവനായിട്ട് നൽകുന്നു. വിശുദ്ധ മാമോദീസ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആദ്യം വിശുദ്ധ കുർബാന നൽകുമ്പോൾ ഈ പ്രഖ്യാപനമാണ് നടത്തുന്നത്. ഇതാണ് സഭയുടെ പിതാക്കന്മാർ നമുക്ക് തന്നിരിക്കുന്ന വിശ്വാസം. വെളിപാട് 2:7 നാം ഇപ്രകാരം വായിക്കുന്നു: ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസായിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ നൽകും. ഏതെങ്കിലും ജീവവൃക്ഷം സ്വർഗീയ പറുദീസായിലെ ജീവവൃക്ഷത്തിൻ്റെ സൂചനയാകുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം. ദൈവരാജ്യത്തിൽ പുതുതായി കർത്താവ് സഭയോട് ചേർന്ന് ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം പങ്കിടുമെന്ന് അവിടുന്ന് തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. എന്നാൽ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രമേ ജീവവൃക്ഷത്തിൻ്റെ ഫലമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന വിശുദ്ധ കുർബാന ഭക്ഷിപ്പാൻ അനുവാദം ഉള്ളൂ എന്നതും നാം പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കണം. ഏദനിൽ നിന്ന് ആദാമിനെയും ഹവ്വായെയും ദൈവം പുറത്താക്കിയത് അവർ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാതിരിക്കുവാനായിരുന്നു
എന്തെന്നാൽ കൽപ്പന ലംഘനത്താൽ അവർ പാപികളായി തീർന്നിരുന്നു. 33:22. പാപാവസ്ഥയിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്നത് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരും. അതുകൊണ്ടത്രേ ഏദനിൽ നിന്ന് ദൈവം അവരെ പുറത്താക്കിയത്. അത് നിത്യ വ്യവസ്ഥിതിയാണ് ജീവവൃക്ഷവുമായിട്ട് നമുക്കുള്ളത്. ഇപ്പോൾ പാപത്തിലിരിക്കുന്ന ഒരു വ്യക്തി ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുക മുഖാന്തരം ദൈവത്തിൻ്റെ രക്ഷണ്യ പ്രവൃത്തി, പാപത്തിൽ മരിച്ചവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആ സാധ്യത നഷ്ടപ്പെടുമെന്നതുകൊണ്ടാണ് ആദാമിനെയും ഹവ്വായെയും ദൈവം പുറത്താക്കിയത്. അതായത് അവിടെ രക്ഷയ്ക്കായി ഒരുക്കിയിരിക്കുന്ന ഭാവി ദൈവിക പദ്ധതി നഷ്ടപ്പെടാതെ അവരെ രക്ഷിപ്പാൻ ആവശ്യമായിരിക്കിയാൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം നിന്ന് എന്നേക്കും ജീവിക്കാതിരിപ്പാൻ പാപത്തിലാണ് ആ ജീവിതം വരിക. അങ്ങനെ പാപത്തിൽ എന്നേക്കും ജീവിക്കാതിരിക്കുവാനായിട്ട് ദൈവം അവരെ പുറത്താക്കുകയാണ്. അല്ലാതെ അസൂയ കൊണ്ടോ പിണക്കം കൊണ്ടോ ഒന്നുമല്ല അത് ചെയ്ത്, അവരുള്ള കരുണയും സ്നേഹവും കൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അതുകൊണ്ട് വിശുദ്ധിയില്ലാതെയും വെടിപ്പില്ലാതെയും കർത്താവിൻ്റെ തിരുശരീരമാക്കുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് ശിക്ഷയ്ക്കും പ്രതികാരത്തിനും ആയിത്തീരും. അത് പൗലോസ്ലീഹ സഭയോട് പറയുന്നുണ്ട്. അനേകർ മരിക്കുന്നു എന്ന് പൗലോസ്ലീഹ ആ വിഷയത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ നാം അവസാനം കുർബാന എഴുന്നള്ളിച്ച് വന്നിട്ട് തിരികെ പോരുന്നതിന് മുമ്പ് നടത്തുന്ന പ്രാർത്ഥനയിൽ ഇത് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമായി ഉതകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെയും അടിസ്ഥാനം അത് തന്നെയാണ്. കർത്താവേ, പ്രിയപ്പെട്ടവരെ, ഏതിനിലെ ജീവവൃക്ഷം സ്വർഗീയ ജീവവൃക്ഷത്തിൻ്റെ നിഴലും സ്വർഗീയ ജീവവൃക്ഷം യേശുക്രിസ്തുവും കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ജീവവൃക്ഷത്തിൻ്റെ ഫലവുമാകുന്നു. ഇതത്രേ ഏതനിലെ ജീവവൃക്ഷത്തിൻ്റെ നിഴൽ പൊരുൾ വ്യാഖ്യാന പ്രകാരം അത് ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവാകുന്ന ജീവവൃക്ഷത്തിൽ നിന്ന് തൻ്റെ തിരുശരീര രക്തങ്ങളാകുന്ന ഫലങ്ങളെ നിത്യജീവനായിട്ട് നാം പ്രാപിക്കുന്ന വ്യവസ്ഥിതിയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. സ്നേഹമുള്ളവരെ, ഇത് നിങ്ങൾ OBS ഫോറം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വിശ്വാസം പഠിക്കുവാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് തണ്ണിക്കോട്ടെ.